പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 നവംബർ മാസം 19-ാം തീയതി ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. കൈകളെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം തന്ന നല്ല ഉറക്കത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിന് കരം ഉയർത്തിയിട്ട് കർത്താവിന് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തു യേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന പിതാവിന് കരം ഉയർത്തി പിടിച്ചുകൊണ്ട് പറ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ആമേൻ നമ്മളെ കൈ പിടിച്ച് നടത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്തേ. ആമേൻ അത്ഭുതങ്ങളിലൂടെ നമ്മളെ നടത്തുന്നതിന്, ദൈവത്തിൻ്റെ പർപ്പസുകളെ നമ്മളിലൂടെ ആമേൻ നിന്ന് നടപ്പിലാക്കുന്നതിന്, ദൈവഹിതം നമ്മളിലൂടെ നടപ്പിലാക്കുന്നതിന് കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും, അങ്ങ് നടത്തുന്ന വിധങ്ങൾക്കും ഒക്കെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്ന കർത്താവ് അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോഡ്. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. 30-ാം സങ്കീർത്തനം പറയുന്നു, യഹോവേ ഞാൻ അങ്ങേ പുകഴ്ത്തുന്നു, കർത്താവ് എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ കർത്താവ് ഇടയാക്കിയതുമില്ല. അതെ, ഇന്ന് പ്രഭാതത്തിൽ നമുക്കും കർത്താവിനെ ഉയർത്താം, ആ നാമത്തെ ഉയർത്താം. കരമുയർത്തി പറ യേശു നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കർത്താവെ അങ്ങേ പുകഴ്ത്തുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ധരിച്ചിരിക്കുന്നു, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ കർത്താവ് ഇടയാക്കിയതുമില്ല. പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പം ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ ഇവരിൽ ഒരാൾ പോലും കർത്താവിൻ്റെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും എൻ്റെ കർത്താവിൻ്റെ ആമേൻ വരവിങ്കൽ, ആ കർത്താവിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ എല്ലാവരും എടുക്കപ്പെടുവാൻ ഇടവരട്ടെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ എടുക്കപ്പെടുവാൻ, രൂപാന്തരപ്പെടുവാൻ ഇടവരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസറേയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്നവർ, കാഴ്ച നഷ്ടപ്പെട്ടു പോയവർ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഡയബറ്റിസ് മുഖാന്തരം ആമേൻ കാഴ്ച നഷ്ടപ്പെട്ടു പോയവർ ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ കണ്ണിലേക്കുള്ള ഞരമ്പുകളുടെ പ്രവർത്തനം വീണ്ടും മടങ്ങി വരട്ടെ. യേശുവിൻ നാമത്തിൽ ആ ശോഷിച്ചു പോയ ഞരമ്പുകൾ, നശിച്ചു പോയ ഞരമ്പുകൾ യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. കാഴ്ച മടങ്ങി വരട്ടെ, കാഴ്ച മടങ്ങി വരട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കാഴ്ച മടങ്ങി വന്നിരിക്കുന്നതിന് സ്തോത്രം. അത്ഭുതം നടന്നിരിക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ ഗ്ലോറി ആ വിഷയത്തിൽ വെളിപ്പെട്ടതിനെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, യേശുവിൻ നാമത്തിൽ ആമേൻ ആമേൻ കണ്ണിനകത്ത് എല്ലാ കോംപ്ലിക്കേഷൻസും ഇപ്പോൾ തന്നെ പരിഹരിക്കപ്പെടട്ടെ. ഞങ്ങൾ നസ്രയനായ യേശുവിൻ നാമത്തിൽ ആ കണ്ണുകളെ സൗഖ്യമാക്കുന്നു. കൂടാതെ കർത്താവെ, കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ നേരിടുന്നവർ, കുടുംബജീവിതത്തിൽ സന്തോഷമില്ലാതെ ആമേൻ ഇരിക്കുന്നവർ, ആ കുടുംബങ്ങളെ ഞങ്ങളിപ്പോൾ അപ്പൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിനകത്ത് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെ ഓർക്കുന്നു. കർത്താവ് വിടുവിക്കണം. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഒരത്ഭുതം സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവരുടെ കയ്യിലുള്ളത് ചിലത് വർദ്ധിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങനെ അത്ഭുതം ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുന്നതിന് സ്തോത്രം. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്തതിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും അങ്ങനെ ജോലി ചെയ്യുന്ന, വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ കർത്താവിൻ്റെ ഗ്ലോറി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അനുവദിച്ചാൽ, കർത്താവ് വന്നില്ലെങ്കിൽ നാളെ ഇന്ത്യൻ സമയം 9:30 നമുക്ക് മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കാളികളാണ്. ഒരാൾ പോലും മീറ്റിംഗ് മിസ് ചെയ്യരുത്.
എല്ലാവരും അതിൽ പങ്കാളികളാകണം എന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കണം. മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അതൊരു ഉണർവായി മാറുവാൻ, ലോകരാജ്യങ്ങളെ മുഴുവൻ സ്പർശിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചാലോ? നിങ്ങളുടെ കൈകളെ ഒന്ന് ഉയർത്താമോ? ഇത് നിങ്ങളൊരു സുവിശേഷ വേലയാണ് ഇപ്പം പ്രാർത്ഥിക്കുന്നത്. അവൻ പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് നാളത്തെ മീറ്റിങ്ങിനെ ബ്ലസ് ചെയ്യുന്നു. അത് വലിയൊരു ഉണർവിന് കാരണമാകട്ടെ, ഒരു മഹാ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടവരട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിൽ നിങ്ങളെ പൊതിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. പ്രിയ സഹോദരന്മാരെ, നിങ്ങളതറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യൻ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവരായിരിക്കട്ടെ. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്കൊരു ഉപദേശം തരിക. ദൈവിക ജ്ഞാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുന്നത്. അപ്പം ദൈവത്തിൻ്റെ ജ്ഞാനമാണ് പരിശുദ്ധാത്മാവ് ഇവിടെ തരുന്നത്. ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്നാ ചെയ്യണം? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ വചനത്തെ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയുണ്ടാകണം. നമ്മളൊരു നല്ല ലിസണറായിരിക്കണം, കേൾക്കുന്ന മനുഷ്യനായിരിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ളവരെ കേൾക്കുന്നവരായിരിക്കണം. അവരുടെ ഭാരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ വേദനകളൊക്കെ കേൾക്കാൻ തയ്യാറാകണം. ലിസണിങ് വൺ അനദർ, അന്യോന്യം കേൾക്കുന്നവരായിരിക്കണം. നിങ്ങൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയാതെ നിങ്ങളുടെ ജീവിത പങ്കാളി പറയുന്നത് നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുക. അങ്ങനെ കേൾക്കുന്ന ഒരു ചെവി നിങ്ങൾക്കുണ്ടാകണം. എവിടെ പോയാലും ആമേൻ, കേൾക്കുന്ന ഒരു ചെവി ഉണ്ടാകണം. അപ്പം നമ്മളോട് മറ്റൊരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? നല്ലൊരു ലിസണറായിരിക്കും, നല്ലവണ്ണം കേൾക്കുന്ന ആളായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൽ നിന്നും കേൾക്കുന്ന വ്യക്തിയായിരിക്കും. എല്ലാ ദിവസവും കർത്താവിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കണം. അപ്പം പറയും, എന്നോട് കർത്താവ് സംസാരിക്കുന്നില്ല. നോ പ്രോബ്ലം. നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്തിനകത്ത്, നമ്മളെല്ലാം ടോക്കിംഗ് ടൈമാണ് പ്രാർത്ഥനാ ടൈം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്നാൽ ആ സമയത്തിനകത്ത് അല്പസമയം കർത്താവിൽ നിന്ന് കേൾക്കാനായിട്ട് നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവം പറയുന്നത് നമ്മളോട് കർത്താവിന് അതാത് ദിവസങ്ങളിൽ പറയാനുള്ളത് നമ്മളൊന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. ഹല്ലേലൂയ. എത്ര പേർ അങ്ങനെ ഒന്ന് ചെവി കൊടുക്കാൻ തയ്യാറാണ്? അപ്പം നമ്മൾ കുടുംബത്തിൽ നിന്ന് കേൾക്കുന്നവരായിരിക്കണം. ജീവിത പങ്കാളി പറയുന്നത് കേൾക്കണം, കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കണം, മാതാപിതാക്കൾ പറയുന്നത് കേൾക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കണം. ഇനി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ദൈവം പറയുന്നത് ഡെയിലി കേൾക്കുന്നവരായിരിക്കണം. എന്നിട്ട് പറഞ്ഞു, പറവാൻ താമസം, എന്തെങ്കിലും പറയാനും പ്രതികരിക്കുവാനൊക്കെ നമുക്ക് താമസം ഉണ്ടായിരിക്കണം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. കഴിവൊന്നും കേട്ടാൽ മതി, കൂടുതൽ സംസാരിക്കരുത്. അപ്പോൾ പറയാൻ എന്നാ വേണം? താമസം വേണം. ഇനി പറയുക, കോപത്തിനും താമസമുള്ളവരായി. ചിലർക്ക് കണ്ടല്ലോ മുൻകോപം. ഇതൊക്കെ യേശു ക്രിസ്തുവിലായതോടുകൂടെ നമ്മുടെ മുൻകോപമൊക്കെ പോയി. അതൊക്കെ ശരിയായിരിക്കാം. പണ്ട് നമുക്ക് നമ്മുടെ അപ്പന്മാരിൽ നിന്നും അപ്പച്ചന്മാരിൽ നിന്നും ഒക്കെ കൈമാറ്റപ്പെട്ടു പോയ മുൻകോപവും മുൻശുണ്ടിയും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ യേശു ക്രിസ്തുവിലായപ്പോൾ, യേശു ക്രിസ്തുവിനോടുകൂടെ നമ്മൾ മരിച്ചപ്പോൾ ആ പഴയ സ്വഭാവമെല്ലാം മരിക്കപ്പെട്ടു പോയി, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അടക്കപ്പെട്ടു. അതായത് സ്ഥാനപ്പെടുമ്പോൾ വെള്ളത്തിനകത്ത് അത് മുക്കിക്കളഞ്ഞു. ഇനി പുതിയ മനുഷ്യരായതുകൊണ്ട് യേശുവിനെ പോലെ കോപിക്കാൻ എന്നാ വേണം? താമസം വേണം. പിന്നെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, മനുഷ്യൻ്റെ കോപം ഒരിക്കലും ദൈവത്തിൻ്റെ നീതിനിഷ്ഠമായ ഉദ്ദേശം നടപ്പിലാക്കാനുള്ള ഒരു നിയമനുസൃതമായ ഉപകരണമല്ല. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. അല്ല ഞാൻ കോപിച്ച് ദൈവത്തിൻ്റെ കാര്യം നടത്താൻ. നോ. മനുഷ്യൻ്റെ കോപം, നമുക്ക് കോപം വരാൻ പാടില്ല, കോപിക്കാൻ പാടില്ല. ഇപ്പം മനുഷ്യൻ്റെ കോപം ഇവിടെ പറഞ്ഞ ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കാനായിട്ടൊന്നും നമ്മൾ കോപിക്കേണ്ട ആവശ്യമില്ല. അപ്പം 3 കാര്യങ്ങൾ. 1, കേൾക്കുന്നവരായിരിക്കണം. 2, പറയാൻ താമസമുള്ളവരായിരിക്കണം. 3, കോപിക്കുവാനും താമസമുള്ളവരായിരിക്കണം. പ്രാക്ടീസ് ചെയ്യാമോ? കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ഒന്ന് ട്രൈ ചെയ്തേ. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. Hallelujah. God bless you. God bless you. God bless you.